അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇതേ സ്കൂളിലെത്തി. ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളമൊക്കെ പോകുന്ന നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. മാജിക് ബോളിലെ ഗേൾസും ബോയ്സും. നമുക്ക് മൂന്നാമത്തെ മാച്ചാണ് കേട്ടോ. ഫസ്റ്റ് വേറെ ടീമൊക്കെയാണ് മത്സരം. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ജിൻസി ടീച്ചർ, സെൻറ്റ് ജോസഫിലെ PT മിസ്സാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുണ്ടല്ലോ, ഇവർ കഴിഞ്ഞ കിഡ്ഡീസിന് ആലപ്പുഴയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പിള്ളേരാണ്, നല്ല സ്നേഹമാണ്. അന്ന് കണ്ടിട്ട് ഇപ്പോഴാണ് ഇവരെയൊക്കെ കാണുന്നത്. കുറേ നേരമൊക്കെ അവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെന്താ, പിന്നെ ഈ 3 പേര് ഇവരുടെ കൂടെ ഇങ്ങനെ മത്സരത്തിനൊക്കെ പോകുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. അടിപൊളി വൈബാണ് ഇവരുടെ കൂടെ പോകുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ 3 പേര്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്ന് എന്താ പറയുക, ഞാൻ പറയാമായിരുന്നു എൻ്റെ അടുത്ത വീഡിയോയ്ക്കകത്ത് നിങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചതാണ് കേട്ടോ. പിന്നെ നല്ല വിശപ്പായി. രാവിലെ ഒന്നും കഴിക്കാതാണ് ഞാൻ പോയത്. ശരിക്കും ഉണ്ടാക്കിയായിരുന്നു, പക്ഷേ ഞാൻ കഴിക്കാൻ വിട്ടുപോയി. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2-3 കവർ ബ്രെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും കഴിക്കാനുള്ളതെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അനുഷ്ക കുട്ടി ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അവൾക്കും വേണമെന്നും പറഞ്ഞിട്ട്. ചേച്ചിയുടെ മോളാണ്. അപ്പോൾ അവൾ വന്നപ്പോൾ ഞങ്ങൾ അവൾക്കും കൊടുത്തു. കാരണം കുട്ടികൾക്ക് മത്സരം തുടങ്ങുമ്പോൾ അതിനിടയ്ക്ക് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ, വയറ് കൊളുത്തി പിടിക്കും. അതുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ അവൾക്ക് കൊടുത്തത് കൊണ്ട് അവളെല്ലാവർക്കും ഇങ്ങനെ വീതിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മത്സരമൊക്കെ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും മാച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് കാണാം. ഈ കരിപ്പൂർ എയർപോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ടേ റോഡിൽ കൂടെ ബസ് പോകുന്ന പോലെയാണ് ഇവിടെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. നല്ല കാറ്റുമാണ്. ഒരു കുന്ന് പ്രദേശമാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അക്കാഡമിയിലെ ബോയ്സിൻ്റെ കളിയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയത് ബിജിൻ ശ്രാവൺ കോച്ചാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ മത്സരമായിരുന്നു പിന്നെ നടന്നത്, ഫൈനല്. അങ്ങനെ നമ്മളെല്ലാം ജയിച്ച് ഫൈനലെത്തി. അങ്ങനെ ഈ 7ാം നമ്പർ ദച്ചു ആണ് കേട്ടോ. ദച്ചു മോള്, അവളാണ് ഇപ്പോൾ ഈ ബാസ്ക്കറ്റ് ചെയ്യുന്നത്. നല്ല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കുട്ടികളും നന്നായിട്ട് കളിച്ചു. അവസാനം നമ്മൾ ഫൈനലിൽ നമ്മളാണ് കപ്പടിച്ചത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ.